പ്രസൂതി രാജ്ഞിയുടെയും ദക്ഷന്റെയും മകളായ ദാക്ഷായണി എന്നറിയപ്പെടുന്ന സതി തന്റെ ഭർത്താവായ ശിവൻ സ്വന്തം പിതാവിനാൽ അപമാനിതനായപ്പോൾ യാഗാഗ്നിയിൽ സ്വയം ദഹിപ്പിച്ചതിന്റെ പേരിൽ സതി പ്രസിദ്ധവും ചിലപ്പോൾ കുപ്രസിദ്ധവുമാണ്. ദക്ഷപ്രജാപതിയുടെ ബൃഹസ്പതി സഭായജ്ഞത്തിൽ ശിവനെയും സതിയെയും ഒഴിച്ച് ബാക്കി എല്ലാ ദേവഗണങ്ങൾക്കും ക്ഷണമുണ്ടായി. എന്നിരുന്നാലും തന്റെ പിതാവ് നടത്തുന്ന യാഗമായതിനാൽ ക്ഷണിക്കാതെയും പങ്കെടുക്കാമെന്ന തീരുമാനത്തിലെത്തിയ സതീദേവിയെ ശിവഭഗവാൻ തടഞ്ഞു. ദേവി അപമാനിതയാകുമെന്ന് മുന്നറിയിപ്പും നൽകി. എന്നാൽ ദാക്ഷായണി പിന്മാറാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ യാഗശാലയിലെത്തിയ സതീദേവി സ്വന്തം പിതാവിനാൽ അപമാനിതയായി. ആദിമൂലത്തെ അവഗണിച്ച ഈ യാഗം അപൂർണമായി അവസാനിക്കും. ശിവഭഗവാനെയും പത്നിയെയും അപമാനിച്ചതിന്റെ കൊടും ശിക്ഷ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. പ്രാണനാഥ, അങ്ങയുടെ ഉപദേശം അനുസരിക്കാതെ ഇറങ്ങിത്തിരിച്ച സതീത പശ്ചാത്താപ പരവശയായി അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. പതിയുടെ വാക്ക് കേൾക്കാത്ത പത്നിക്ക് പിറന്ന വീട്ടിൽ പോലും സ്ഥാനമില്ലെന്ന് ബോധ്യമായി. പ്രഭോ, അപമാനിതയായ ഇവൾക്ക് അങ്ങയുടെ തിരുമുമ്പിൽ വരാൻ പോലും അർഹതയില്ല. അവിടുത്തോട് ചെയ്ത പ്രതിജ്ഞ അനുസരിച്ച് ഇവിടെ ഇതാ ഈ ദേഹം ഉപേക്ഷിക്കുന്നു. വരും ജന്മങ്ങളിൽ അവിടുത്തെ പാദസേവ ചെയ്യാനുള്ള പരമഭാഗ്യം നൽകണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ അന്തിമമായി ഇവൾക്ക് ചെയ്യാനുള്ളൂ. ആർട്ടിസ്റ്റ് പ്രവീൺ ശോഭാസ് ഭക്തി പുരസ്സരം സമർപ്പിക്കുന്നു. സംഹാരതാണ്ഡവം. ദക്ഷന്റെ നിഗ്രഹത്തിനായി ശിവദേവന്റെ തിരുജടയിൽ നിന്നും രൂപമെടുത്ത വീരഭദ്രസ്വാമിയും ദക്ഷപ്രജാപതിയും നേർക്കുനേർ. ദക്ഷന്റെ ആയുസ് അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം. കേവലം ജ്ഞാനം മാർ സത്യ നിരീശ്വര പരാധര നിരിയൽ തേജാഗജന്ധി കൽപ്പകോടി സദാ നിജ. അതായത് ആരാണ് ജ്ഞാനത്തിന്റെ അഹങ്കാരത്തിൽ ഈശ്വരനെ തഴയുന്നത്, ഈശ്വരമഹത്വം അംഗീകരിക്കാത്തത്, അവന്റെ സ്ഥാനം കേവലം നരകമാണ്. മഹാദേവ, നമുക്ക് വളരെ വലിയ തെറ്റുപറ്റിപ്പോയി. ക്ഷമ നൽകിയാലും നമ്മെ രക്ഷിച്ചാലും പ്രഭോ, നമ്മെ രക്ഷിച്ചാലും. മനസ്സിലാക്കൂ, ഞാനാണ് പ്രജാപതി ദക്ഷൻ. ദക്ഷൻ നമ്മുടെ രാജ്യസഭയിൽ അങ്ങയ്ക്ക് വലിയ സ്ഥാനം നൽകുന്നതാണ്. നാം അങ്ങയെ ഉപഹാരങ്ങൾ നൽകി ആദരിക്കുന്നതാണ്. മഹാദേവ, ഞാൻ അങ്ങയ്ക്ക് വിഷ്ണുവിനേക്കാൾ വലിയ സ്ഥാനം നൽകാം. നമ്മുടെ പ്രാണൻ രക്ഷിച്ചാലും മഹാദേവ.
നമ്മുടെ പ്രാണൻ രക്ഷിച്ചാലും. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ.